റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. തിരുവനന്തപുരം മൃഗശാലയിലും മ്യൂസിയത്തിലും വ്യാജരേഖ ചമച്ച് ഇല്ലാത്ത തസ്തികയിലേക്ക് 12 പേരെ നിയമിച്ചതായി പരാതി. ഇല്ലാത്ത മേൽവിലാസത്തിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി സർട്ടിഫിക്കറ്റ് നേടിയും ഇല്ലാത്ത യോഗ്യതയുണ്ടെന്ന് കാണിച്ചും നിയമനം നടത്തി. ഇത്തരത്തിൽ നിയമനം നടത്തിയ 2 പേരുടെ സ്ഥിര നിയമനം റദ്ദാക്കി ഹൈക്കോടതി. രാഹുൽ മാങ്കൂട്ടം MLA PA അടക്കമുള്ള മറ്റ് 9 പേരും അർഹതയില്ലാത്ത പദവികളിൽ തുടരുന്നു എന്ന വിവരമുണ്ട്. വിവരങ്ങളുമായി TV പ്രസാദ് ഉണ്ട്. TV പ്രസാദ്, എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ 9 പേർ ഇപ്പോഴും സർവീസിൽ തുടരുകയാണ്. ഇവർക്ക് മതിയായ യോഗ്യതകളോ മേൽവിലാസമോ പോലും കൃത്യമായ മേൽവിലാസമോ പോലും ഇല്ലേ? വലിയ തട്ടിപ്പാണോ നടന്നിരിക്കുന്നത്? TV പ്രസാദ്. അരുൺ, നമ്മൾ കേട്ടാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് തോന്നുന്ന തട്ടിപ്പാണ് തിരുവനന്തപുരം മ്യൂസിയം സൂ ഡയറക്ടറേറ്റിന് കീഴിൽ വരുന്ന മ്യൂസിയത്തിലും മൃഗശാലയിലും നടന്നിരിക്കുന്നത്. അരുൺ, ഇത് 2 വകുപ്പാണ്, 2 മന്ത്രിമാരാണെങ്കിൽ പോലും ഒരൊറ്റ ഡയറക്ടറേറ്റാണ്. സൂ ആൻഡ് മ്യൂസിയം ഡയറക്ടറേറ്റ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അത് ഈ തട്ടിപ്പിന് വലിയ സഹായകരമായി എന്നുള്ളതാണ്. ഇല്ലാത്ത തസ്തികയിലേക്ക് ആളുകൾ കയറുക, വ്യാജ മേൽവിലാസത്തിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് അയക്കുന്ന പേപ്പർ വെച്ച് നിയമനം കൊടുക്കുക, അവർക്ക് തുടർച്ചയായി പ്രൊമോഷൻ കൊടുക്കുക, അവർ അവിടുത്തെ സൂപ്രണ്ട് അടക്കമുള്ള തസ്തികകളിലേക്ക് കയറി വരിക. ഇങ്ങനെ 12 പേരുടെ പട്ടികയാണ് അരുൺ നമുക്ക് കിട്ടിയത്. ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിമാർക്കും പലതവണ പോയിട്ടുണ്ട്, വിജിലൻസിലടക്കം പോയിട്ടുണ്ട്. പക്ഷേ ഒരു നടപടിയിലേക്കും കടന്നില്ല. ഈ ഒരു നടപടിക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തിരുന്നത്. അങ്ങനെ ഈ 12 പേരിൽ 2 പേർക്കെതിരെ ഹൈക്കോടതി നടപടിയെടുത്തിരിക്കുന്നു. 3 മാസത്തിനകം ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതിനുള്ള നടപടികളിലേക്ക് സർക്കാരിന് കടക്കേണ്ടി വരും. കാരണം അവരുടെ യോഗ്യത അത് ഇല്ലാത്ത യോഗ്യതയാണെന്ന് ഹൈക്കോടതി കണ്ടെത്തി. നേരത്തെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരുന്നു, KGTEക്ക് സമാനമായതല്ല MGTA എന്ന്. തമിഴ്നാട്ടിലെ ഒരു കോഴ്സാണ് പഠിച്ചു വരുന്നത്. അരുൺ, ഇത് സാങ്കേതികമായി ഒരുപാട് നൂലാമാലകളുള്ള ഒരു വിഷയമാണ്. പക്ഷേ രേഖകൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെയൊരു തട്ടിപ്പ് എങ്ങനെ അവിടെ നടക്കും എന്ന് തോന്നിപ്പിക്കുന്നതാണ്. 3 തരത്തിലുള്ള നിയമനത്തിലാണ് അരുൺ പ്രധാനമായും ഇതിൽ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. അതിലൊന്ന് മൃഗശാലയിലെ കീപ്പർ നിയമനമാണ്. കീപ്പർ നിയമനം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയാണ് നടക്കുന്നത്. അത് സ്ഥിരം നിയമനമാണ്. പക്ഷേ ഇതിൽ ജോലി നേടിയിട്ടുള്ള 2 പേരിൽ ഒരാൾ CPIMൻ്റെ നേതാവാണ്, NGO യൂണിയൻ്റെ നേതാവാണ്, പേര് രാമചന്ദ്രൻ. രണ്ടാമത്തെയാൾ ജോയിൻറ്റ് കൗൺസിലിൻ്റെ നേതാവാണ്, CPI നേതാവാണ്, പേര് രാജേഷ്. ഇവർ 2 പേരും തിരുവനന്തപുരം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ട് വേണം അവിടെ നിന്ന് ജോലിയിലേക്ക് കയറുന്നതിന് വേണ്ടി. പക്ഷേ ഇവർക്കന്ന് യോഗ്യത ഉണ്ടായിരുന്നില്ല. കാരണം ഒരു മൃഗശാലയിൽ 2 വർഷത്തെ പരിചയം ആവശ്യമായിരുന്നു. ഇവർ കൊടുത്ത 2 പേരും കൊടുത്ത സർട്ടിഫിക്കറ്റ് ഔവർ മ്യൂസിയം എന്ന് പറയുന്ന ഒരു മ്യൂസിയത്തിൻ്റെതായിരുന്നു. അങ്ങനെ ഒരു മ്യൂസിയം തമിഴ്നാട്ടിലില്ല എന്ന വിവരാവകാശ രേഖകൾ അടക്കമാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നീട് സംഭവിച്ചതോ അരുൺ, ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് എംപ്ലോയ്മെൻറ്റ് ഓഫീസർ ഉണ്ടായിരുന്നു. ആ ഓഫീസറുടെ പേര് ശശികുമാർ എന്നാണ്, പുനലൂർ സ്വദേശിയാണ്. അദ്ദേഹം ഇവർക്ക് 2 പേർക്കും 2 വ്യാജ അഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കുന്നു. ചമ്പക്കുളം എന്ന അഡ്രസ്സ്. ഈ രാമചന്ദ്രനും രാജേഷും തിരുവനന്തപുരം കരമന സ്വദേശികളാണ്. അങ്ങനെ ആ വ്യാജ അഡ്രസ്സ് വെച്ചുള്ള നിയമന ശുപാർശ കുട്ടനാട്ടിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് മ്യൂസിയത്തിലേക്ക് എത്തുകയാണ്. പിന്നീട് ചമ്പക്കുളം എക്സ്ചേഞ്ചിൽ ആ വിവരാവകാശ നിയമപ്രകാരം നമ്മൾ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു രേഖയില്ല. തീർന്നില്ല അരുൺ. സാധാരണഗതിയിൽ ഒരാൾക്ക് ഒരു സ്ഥിര നിയമനം കിട്ടുക അവരുടെ വീട്ടിലേക്ക് ഈ പറയുന്ന എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് കൊടുക്കുന്ന അഡ്രസ്സിലേക്ക് തപാലായിട്ട് വേണം കൊടുക്കാൻ. പക്ഷേ ഇവർ 2 പേരും ജോലിയിൽ കയറിയിരിക്കുന്നത് തപാലായി കിട്ടിയ ഈ കത്തുപയോഗിച്ചല്ല. പകരം അവർക്ക് 2 പേർക്കും നേരിട്ടുള്ള നിയമനം അവിടെ നിന്ന് നേരിട്ട് കൊടുത്തു എന്നതാണ് അരുൺ. ഇതിൽ സൂയിലെയും മ്യൂസിയത്തിലെയും മുൻ സൂപ്രണ്ടുമാരടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ വലിയ രീതിയിലുള്ള തട്ടിപ്പുണ്ട്. പണം വാങ്ങിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന ആരോപണം ഉയരുന്നുണ്ട്. തെളിയിക്കേണ്ടത് സർക്കാരാണ്. പക്ഷേ ആ തലത്തിലേക്ക് സർക്കാർ പോകുന്നില്ല അരുൺ. പരാതിയുള്ള 4 പേർ ഇതിനകം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അവരുടെ കേസ് നടപടികൾ പുരോഗമിക്കുന്നു. അതിൽ 2 പേരുടെ കാര്യത്തിലാണ് ഉത്തരവായിരിക്കുന്നത്. അവർ തന്നെ പരാതിയായി പോകാനുള്ള കാരണം അരുൺ, അവരുടെ തസ്തികയിലേക്ക് മറ്റാളുകൾ കയറുന്നു എന്നുള്ളതാണ്. മൃഗശാലയിലെ രാമചന്ദ്രനും രാജേഷും
പ്രൊമോഷൻ കിട്ടി സൂപ്പർവൈസർ തസ്തികയിലേക്ക് എത്തി. മറ്റൊന്നുള്ളത് ഗാർഡൻ സൂപ്പർവൈസർ, മറ്റൊന്നുള്ളത് ക്യൂറേറ്റർ നിയമനം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ PA സുജിത്ത് PSC വഴി ഓഫീസ് അറ്റൻഡറായി കയറുന്നതായി, പ്യൂണായി ജോലിയിലേക്ക് കയറുന്നു. ഇപ്പോൾ എഡ്യൂക്കേഷണൽ ഓഫീസറാണ് പോസ്റ്റ്, ഗസറ്റഡ് റാങ്കാണ്. ഇതിനിടയിലുള്ള പ്രൊമോഷനിലേക്ക് സുജിത്തിന് അർഹതയുണ്ടായിരുന്നില്ല, കാരണം അവിടെ തസ്തിക ഉണ്ടായിരുന്നില്ല. ഇല്ലാത്ത തസ്തികയിലേക്ക് സുജിത്ത് അടക്കം മറ്റ് 5 പേരെ നിയമിക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അരുൺ. ഇത് കേട്ട് കഴിഞ്ഞാൽ എങ്ങനെ സംഭവിക്കും എന്നുള്ളത് എല്ലാവർക്കും ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ മ്യൂസിയത്തിലെയും സൂയിലെയും ഡയറക്ടറേറ്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ കൈകോർത്തുകൊണ്ട് ഇത് സർക്കാരിനെ അറിയിക്കുന്നു. ട്രഷറിയിൽ നിന്ന് യഥേഷ്ടം ശമ്പളം കിട്ടുന്നു. പക്ഷേ ഇത് പിടിക്കപ്പെടുന്നത്